നമസ്കാരം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? അതുപോലെ തന്നെ കാലൊന്നും നിലത്ത് കുത്താൻ വയ്യ, ഒരടി നടക്കാൻ വയ്യ എന്നുള്ളതുപോലെ സ്റ്റിഫ് ആയതുപോലെയുള്ള പേശി വേദന, എല്ലുകൾക്ക് തന്നെ വേദന തോന്നുന്നതും, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്, അതുപോലെ മൂഡ് സ്വിങ്സ് അമിതമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ പല ലക്ഷണങ്ങൾ കാണിക്കുന്നത്, മറവി എന്നുള്ളത് അധികമാവുന്നത്, ഒരു ബലഹീനത അനുഭവപ്പെടുന്നത്, കൺഫ്യൂഷൻ, ഇതുപോലുള്ള വേദനയും നീരും ബുദ്ധിമുട്ടുകളും, അതുപോലെ മുടി കൊഴിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഒരു 3 മാസത്തിലിടയ്ക്ക് തന്നെ 1-2 തവണ ജലദോഷം, കോൾഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്മ രോഗികളാണെങ്കിൽ ആസ്മ വീണ്ടും വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണെന്നുള്ളൊരു തോന്നൽ വരുത്തുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ആരോഗ്യകരമായ എല്ലിൻ്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണമാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. വൈറ്റമിൻ ഡി ഉള്ളപ്പോൾ മാത്രമേ ശരീരത്തിന് എല്ലുകളെ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാൽസ്യം ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാൽസ്യത്തിൻ്റെ മാത്രമല്ല ഫോസ്ഫേറ്റിൻ്റെ അളവിനെയും സ്വാധീനിക്കുന്ന വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ഇതിന് ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ലാതെ നമുക്ക് ഭക്ഷണത്തിലൂടെയും ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഏതെല്ലാം തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കാം. ഇനി സൂര്യപ്രകാശത്തിലൂടെയാണെങ്കിലും നമുക്ക് രാവിലെ 10 മണി മുതൽ ഒരു വൈകിട്ട് 3 മണി വരെയുള്ള സമയത്തിൽ ഒരു 15 മിനിറ്റ് വെയിൽ കൊള്ളാനാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷേ ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ, കൂടുതൽ ഇതുപോലെ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില അലർജിയുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് സാധ്യമാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില സപ്ലിമെൻറ്റുകളെയും ഇതുപോലുള്ള ഫുഡുകളെയും ഒക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പാലാണ്. പശുവിൻ പാലിലാണെങ്കിൽ 114 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയാണ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ അളവ് പറയുന്നത്. ഇത് പാലെന്ന് പറഞ്ഞാൽ പശുവിൻ പാലോ, ഓട്സ് മിൽക്കോ, ബദാം മിൽക്കോ, സോയ മിൽക്കോ, ഇതുപോലുള്ള ഏത് മിൽക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുമാത്രമല്ല വെണ്ണ, ചീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ സോയ ഉൽപ്പന്നങ്ങളാണെങ്കിൽ 80 മുതൽ 200 വരെ ഇൻ്റർനാഷണൽ യൂണിറ്റ് സോയ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50 മുതൽ 100 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി ഉണ്ട് കേട്ടോ. അതുപോലെ റിക്കോട്ട ചീസ് ഒരു 100 ഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 10 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഉണ്ടെങ്കിൽ. ഇനി ഓറഞ്ച് ജ്യൂസിലും ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കാം. മുട്ടയാണെങ്കിലും ഒരു 41 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയുണ്ട്. മുട്ട ഇപ്പം അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം കഴിക്കുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. മഞ്ഞക്കരുവിനെ അങ്ങ് നിസ്സാരമാക്കി കളയാറുണ്ട്. ഈ മഞ്ഞക്കരു കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു 100 ഗ്രാം ബീഫ് ലിവർ എടുക്കുകയാണെങ്കിൽ ഒരു 48 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ മറ്റൊരെണ്ണം സസ്യാഹാര പ്രേമികൾക്ക് ഒരു ആശ്വാസമാണ് കൂൺ എന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂൺ എടുക്കുന്നത് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. മറ്റുള്ള മീറ്റുകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്തവർക്ക് കൂൺ നല്ലൊരു ഓപ്ഷനാണ്. അതിൽ തന്നെ ഒരു കപ്പ് കൂൺ എടുത്താൽ 41 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഉണ്ട്. ഇനി 100 ഗ്രാം വെണ്ണയൊക്കെ ആണെങ്കിൽ 60 ഇൻ്റർനാഷണൽ യൂണിറ്റും, അതുപോലെ തന്നെ മത്തി പോലുള്ളവയോ അയല പോലുള്ളവയോ, അതുപോലെ നമ്മുടെ സാൽമൺ ഫിഷ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫാറ്റി ഫിഷ്, ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ നമ്മുടെ മാനസിക ആരോഗ്യം തന്നെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇതുപോലുള്ള പേശി വേദനയോ ബുദ്ധിമുട്ടോ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, എല്ലുകളുടെ വേദന, സ്വാധീനക്കുറവൊക്കെ മാറ്റാൻ നമുക്ക് നല്ലതാണ്. ഇനി ചിലർക്ക് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബോണ് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ റിക്കറ്റ്സ് എന്നുള്ള കണ്ടീഷനിലും, അതുപോലെ അഡൾട്ടായിട്ടുള്ള മുതിർന്ന ആൾക്കാരിൽ ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള ഒരു കണ്ടീഷനിലേക്കും ഒക്കെ തന്നെ പോകും. അപ്പം നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ, മുട്ട് തേയ്മാനം, വളരെ ഇത്തരം എല്ലുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ടല്ലേ. വളരെ ബ്രിട്ടിലായി അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന എല്ലുകളായിട്ട് മാറുക എന്നുള്ളൊരു കണ്ടീഷനൊക്കെ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആഹാരങ്ങൾ ശീലിക്കുന്നത് നല്ലതാണ്.
സൂര്യപ്രകാശം ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞു. അതിന് സാധിക്കാത്തവർക്കും ഇതുപോലെയുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വൈറ്റമിൻ ഡി അല്ലേ, അത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ്. ഇത്തരം ലക്ഷണങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ പോയിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ഒന്നല്ല കേട്ടോ വൈറ്റമിൻ ഡി. മറ്റുള്ള വൈറ്റമിൻ്റെ പോലെയൊന്നും അല്ല. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാലും വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഹൃദയ ആരോഗ്യം വരെ ബുദ്ധിമുട്ടിലാക്കുന്നതും അതുപോലെ നമുക്ക് ക്യാൻസർ സാധ്യതകൾ വരെ വരാറുണ്ട്. ഇത് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരാം, കൊളസ്ട്രോളിൽ വ്യത്യാസം വരാം, ഹൃദയ ആരോഗ്യം തന്നെ നശിച്ചു പോയേക്കാം, ക്യാൻസർ സാധ്യത കൂടുതലാണ്, ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കുറഞ്ഞാലും കൂടിയാലും ബുദ്ധിമുട്ടാണ്. സിറം 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പൊതുവെ നോക്കുന്ന സമയത്ത് ഇത് ഒരു 20ലും കുറവായിട്ടാണ് കാണുക. 10ഉം 8ഉം ഒക്കെ തന്നെ ഉള്ളവരായിട്ട് കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് വളരെ കുറഞ്ഞിട്ടുള്ള കേസിൽ ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞു, അല്ല നിങ്ങൾക്ക് ടെസ്റ്റ് റിപ്പോർട്ടിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. 30, 60, 50ലേക്ക് മുകളിലേക്കൊന്നും പോകണമെന്ന് നിർബന്ധമില്ല. 30 വരെയെങ്കിലും എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് മാത്രം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ വേദനയ്ക്കൊക്കെ നമ്മൾ പുറമെ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. അതുപോലെ മുടി കൊഴിച്ചിൽ വരുവാണെങ്കിൽ നമ്മൾ മുടിയിൽ ഒരുപാട് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. വൈറ്റമിൻ ഡി കുറവാണോ എന്ന് ചിന്തിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് സ്ത്രീകൾക്കൊരു 30 വയസ്സിന് ശേഷം പൊതുവെ അവർക്കൊരു ഡെലിവറിക്കൊക്കെ തന്നെ ശേഷം നമുക്ക് മാനസികാരോഗ്യം വളരെയധികം പരിതാപകരമാണ്. അതിൽ ഈ മൂഡ് സ്വിങ്സ് എന്നുള്ളത് ഒരുവിധം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് ഒരു കാരണക്കാരൻ വൈറ്റമിൻ ഡി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി ആയുർവേദത്തിൽ തന്നെ പഞ്ചകർമ്മ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡിൽ വമന വിരേചന തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ദഹന പ്രക്രിയയൊക്കെ തന്നെ നന്നായി നടത്താൻ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്തും അതിന് ശരീരം പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ എല്ലാത്തിനും ആവശ്യമാണ്. ഏത് മരുന്ന് എടുക്കുകയാണെങ്കിലും അതിന് മുഴുവനായിട്ടുള്ള ആക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആയുർവേദ പഞ്ചകർമ്മ പ്രൊസീജിയർ നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ സെൻറ്ററിൽ പോയിട്ട് ഇതുപോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ അളവും കാൽസ്യത്തിൻ്റെ അളവും നമ്മുടെ ബ്ലഡിൻ്റെ pH ഒക്കെ തന്നെ നോർമലാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. ബ്ലഡ് pH ഒക്കെ തന്നെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഡീടോക്സ് മെത്തേഡുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ക്യുക്കുംബർ, മിൻറ്റ് ഒക്കെ തന്നെ ചേർത്തിട്ടും ലെമൺ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡീടോക്സ് ഡ്രിങ്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ഒരുപാട് ഡ്രിങ്കുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിന് മാറ്റം വരുത്താൻ സഹായിക്കുന്നുണ്ട്. ബ്ലഡിൻ്റെ pH നോർമലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മഗ്നീഷ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നതും കാൽസ്യം ചെക്ക് ചെയ്യുന്നതും നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോർമൽ ആണെങ്കിലേ നമ്മൾ ഇത്തരം സപ്ലിമെൻറ്റുകൾ എടുത്താൽ പോലും നമുക്ക് ബോഡിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്ക് ഇത്തരം വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ഇത് മാത്രമല്ല, നല്ല ഓർമ്മശക്തി ഉള്ളവരാണെങ്കിലും ഓർമ്മക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യും. മലബന്ധം എന്നുള്ള പ്രശ്നമൊക്കെ വരും. ഇനി വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഈ മലബന്ധം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അത് പിന്നെ ഹെമറോയിഡ് പോലുള്ള കേസിലേക്കൊക്കെ പോവാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ പേശിവേദന കണ്ടിന്യൂസ് ആയിട്ട് ഇതുണ്ട്. ഇനി വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആസ്മ ഉള്ള ഒരാളാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് മാറി ഒരു ജലദോഷം മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തന്നെ വീണ്ടും അത് വരാം. ബോഡിക്ക് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വന്നിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമായിട്ടുള്ളതാണ്. അപ്പം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇതൊക്കെ. പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.